ഹലോ, സിന്ദൂര പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോ വാസന്തി വിളിക്കുന്ന സമയത്ത് നീലനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളതെങ്കിലും അവൻ പറയുന്നത് വലിയൊരു കോർപ്പറേറ്റുകാരുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇന്ദുവിനെയും കൂട്ടിയിട്ട് വന്നതെന്നാ. അതെന്തിനാ അവളെയും കൂട്ടി പോയതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ടാണ് അവളെ കൂട്ടിയതെന്ന് പറഞ്ഞിട്ട് വാസന്തിയെ സമാധാനിപ്പിക്കാണ്. ആ ശരി ശരി, എങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ടൊക്കെ വാട്ടോ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ തന്നെയാണ് വാസന്തി കോള് കട്ട് ചെയ്യുന്നത്. കോള് കട്ടായതിനു ശേഷം രാധികയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീലന് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടടി, അത് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്നവരുടേതാണ്, അതുകൊണ്ട് ഇന്ദുവിനെയും കൂട്ടിയിട്ടാണ് പോയിട്ടുള്ളത്. വാസന്തി നല്ല സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. പക്ഷെ രാധികയ്ക്ക് അത് കേട്ടപ്പോ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയ്യോ, എന്തൊരു സന്തോഷാണ്. അതേസമയം നീലനാണെങ്കിൽ സ്റ്റേഷനിൽ വെച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇനി കൂടുതലായിട്ട് ആലോചിക്കാൻ നിൽക്കണ്ട, ഡെക്കിനോടും കൂടെ വരാൻ പറയുന്നതായിരിക്കും നല്ലത്. അവൻ വേഗം തന്നെ ഡെക്കിനെ വിളിച്ചിട്ട് തലേന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കാര്യത്തിന്റെ കിടപ്പുവശം മനസ്സിലായപ്പോൾ തന്നെ ഡെക്ക് പറയുന്നുണ്ട്, ശരി 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 ശരി, നീ ഫോൺ വെക്ക്, ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. എല്ലാവരും സ്റ്റേഷന്റെ മുൻപിൽ നിൽക്കുകയാണ്. രുക്മിണി ശരിക്കും വേറെ ഏതോ ഒരു ലോകത്തെന്ന പോലെയാണ് നിൽക്കുന്നത്. ഡെക്കു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അല്പസമയം കൂടെ കഴിഞ്ഞപ്പോഴേക്കും സൗപർണികയും ശ്യാമും വന്നിട്ടുണ്ട്. സൗപർണിക വന്നപ്പോൾ തന്നെ ചെറിയമ്മയോട് കാര്യം ചോദിക്കുകയാണ്. ചെറിയമ്മ, അവരെവിടെ? അവൻ പോലീസ് സ്റ്റേഷന്റെ അകത്താ മോളെ ഉള്ളത്. ഒന്നും അറിയാത്തത് പോലെ നിന്നിട്ട് അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? സൗപർണിക ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. നിൽക്ക്, ഞാൻ പോയി അവനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സൗപർണിക അകത്തേക്ക് പോകുമ്പോൾ ശ്യാം അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശ്യാമിന്റെ കൈയൊക്കെ തട്ടി മാറ്റിക്കൊണ്ടാണ് സൗപർണിക അകത്തേക്ക് പോകുന്നത്. അവള് പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് അർജുൻ ലോക്കപ്പിനകത്താണുള്ളത്. അവനാണെങ്കിൽ മേൽവേദനയൊക്കെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മേലൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സൗപർണിക അവനെ കാണുന്നത്. എന്നിട്ട് ദേഷ്യത്തോടെ സൗപർണിക പറയുന്നുണ്ട്, എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അർജുൻ അതിനൊന്നും മറുപടി പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അമ്മ നിനക്ക് എന്ത് കുറവാണ് വരുത്തിയിട്ടുള്ളത്? അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ, നിങ്ങൾ ആരാ? ഞാൻ ഇവന്റെ ചേച്ചിയാണ് സർ. ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മൃഗം ഉണ്ടെന്നുള്ളത് അറിയാതെ പോയി ഞങ്ങളൊക്കെ, അവൾ കരഞ്ഞുകൊണ്ട് പറയാണ്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, മോളെ, ഇവിടെ വെച്ച് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി സംസാരിക്കാൻ പാടില്ല, അതുകൊണ്ട് ആദ്യം നീ ദയവ് ചെയ്ത് ഇവിടെ നിന്നൊന്ന് പുറത്തേക്ക് പോ. അപ്പോഴേക്കും ശ്യാമ അകത്തേക്ക് വന്നിട്ട് അത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്യാമാണ് അയാളോട് സോറിയൊക്കെ പറഞ്ഞിട്ട് സൗവർണിക പുറത്തേക്ക് വലിച്ചു കൂട്ടിക്കൊണ്ട് പോകുന്നത്. പോലീസുകാരനോട് സോറിയൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് വരികയാണ്. ആ സമയത്ത് അർജുനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സൗവർണിക നേരെ വന്നത് രുക്മിണിയുടെ അടുത്തേക്കാണ്. എന്താ അമ്മ ഇതൊക്കെ? നമ്മൾ പോലും അറിയാതെ എന്തൊക്കെയാ അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്? രുക്മിണി ശരിക്കും തകർന്നു പോയിട്ടാണ് ഉണ്ടായിരുന്നത്. അവർ മറുത്തൊന്നും പറയാതെ അനങ്ങാതെ നിൽക്കുകയാണ്. എന്നെ കൊണ്ട് സത്യമായിട്ട് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ. ഏട്ടത്തി, നിങ്ങൾ ശരിക്കും കണ്ടത് തന്നെയാണോ? ഇവൻ ചെയിൻ മോഷ്ടിച്ചത് ഉള്ളത് സത്യം തന്നെയാണോ? അപ്പോ രാജി പറയുന്നുണ്ട്, ഇന്ദുവും നീലനും ചേർന്നിട്ടാണ് അവരെ കൈയോടെ പിടികൂടിയത്. അപ്പോഴാണ് നീലൻ ഇന്ദുവിനോട് പറയുന്നത്, ഇന്ദു, അമ്മ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെയാണ് നിൽക്കുന്നത്, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ഇന്ദു ആണെങ്കിൽ രുക്മിണിയോട് പറയാണ്, നീലേട്ടൻ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചിട്ട് വരട്ടെ അമ്മേ, ഒന്നും കഴിക്കാതെയല്ല നിൽക്കുന്നത്. അപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, എന്റെ മകൻ ചെയ്ത കാര്യം കൊണ്ട് എന്റെ പ്രസവിച്ച വയറും മനസ്സും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞു ഇന്ദു, എനിക്കൊന്നും വേണ്ട. അവര് വല്ലാത്ത മനപ്രയാസത്തിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് രാവിലെ ഫിംഗർ പ്രിന്റിന്റെ ബാക്കി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺസ്റ്റബിൾ തിരിച്ചു വരുന്നുണ്ട്. അയാൾ എല്ലാവരെയും നോക്കിക്കൊണ്ടാണ് വരുന്നത്. അയാൾ നേരെ വന്നിട്ട് ഇൻസ്പെക്ടർക്ക് ആ ഒരു ഫോട്ടോ കോപ്പി കൊടുക്കുകയാണ്. അത് വായിച്ചു നോക്കിയതിനു ശേഷം ഇൻസ്പെക്ടർ അമ്പരപ്പോടുകൂടിയാണ് പറയുന്നത്, ഇതെന്താ ഇതിൽ കാണുന്നത്? ഈ രണ്ട് ഫിംഗർ പ്രിന്റും മാച്ച് ആണല്ലോ. അതെ സർ, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്ത ആ ഒരു കൊലപാതകവും ഇവൻ തന്നെയാണല്ലോ ചെയ്തിട്ടുള്ളത്. അതെ സാർ, ആ രണ്ട് ഫിംഗർ പ്രിന്റും മാച്ച് തന്നെയാണ്. ഒരു വർഷത്തിന് മുമ്പ് ഒരു കൊലപാതകം ചെയ്തിട്ട് പോലീസിന്റെ കണ്ണിൽപ്പെടാതെ നമുക്ക് ചുറ്റിലും തന്നെ ഇവൻ വിലസിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇൻസ്പെക്ടർക്ക് വല്ലാതെ മനോവിഷമുണ്ടായിരുന്നു. പാവമുണ്ട് സർ ആ അമ്മ. ഇപ്പൊ തന്നെ മകന് ഇങ്ങനെ സംഭവിച്ചതിൽ അവരുടെ മനസ്സാകെ ഉടഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ കൂടെ ഇനിയൊരു കൊലപാതകം കൂടി ഇവൻ ചെയ്തിട്ടുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ആ അമ്മ എങ്ങനെ താങ്ങുന്നറിയില്ല. എന്തു തന്നെയായാലും അവനോടൊന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് നേരെ അർജുന്റെ അടുത്തേക്ക് പോവുകയാണ് രണ്ടുപേരും. അപ്പൊ അർജുനോട് അയാൾ കാര്യം പറയുന്നുണ്ട്, ഫിംഗർ പ്രിന്റ് വന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷം സംഭവിച്ച ആ ഒരു കൊലപാതകവും നിന്റെ ഫിംഗർ പ്രിന്റും അന്നത്തെ ഫിംഗർ പ്രിന്റും മാച്ചാണ്. അർജുന് വലിയ ഷോക്കൊന്നും തോന്നുന്നില്ല, കാരണം ആ കൊലപാതകം ചെയ്തത് അവനാണെന്ന് അവന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവനോട് പോലീസുകാരൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആ കൊലപാതകവും നീ തന്നെ ചെയ്തതാണോ? അല്ല സർ, ഞാനല്ല സർ, ആ കൊലപാതകത്തിനും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല സർ. അപ്പൊ പിന്നെ എങ്ങനെയാ റിപ്പോർട്ട് മാച്ച് ആയത്? സർ, സത്യമായിട്ടും എനിക്ക് അറിയില്ല സർ, നിന്നോട് മര്യാദയ്ക്ക് സത്യം പറയാനാ പറഞ്ഞത്. അപ്പോ ഇൻസ്പെക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സർ, ഇങ്ങനെ ചോദിച്ചാലൊന്നും ഇവൻ സത്യം പറയില്ല സർ എന്ന് പറഞ്ഞിട്ട് അവന്റെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ അവനോട് പറയുന്നുണ്ട്, ഡാ, മര്യാദയ്ക്ക് സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നിനക്ക് മുന്നോട്ടേക്ക് പോവാം,
അതല്ല ഇനിയും കള്ളം പറഞ്ഞുകൊണ്ട് മെഴുകാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാ നീ അനുഭവിക്കേണ്ടി വരും. ഇല്ല സർ, സത്യമായിട്ടും ഞാനല്ല ചെയ്തത് സർ. അർജുൻ വീണ്ടും അത് തന്നെ ആവർത്തിക്കാണ്. ശരി, അപ്പോ മര്യാദയ്ക്ക് ചോദിച്ചാൽ നീ സമ്മതിക്കില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്ന ലാത്തി എടുക്കുകയാണ്. സർ 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 ഞാനല്ല സർ, സത്യമായിട്ടും ഞാനല്ല സർ. ഇത് തന്നെ വീണ്ടും വീണ്ടും അർജുൻ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കും അതിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല സർ. അവൻ പറഞ്ഞു തീർന്നതും ലാത്തി വെച്ച് അവനെ പൊതിരെ തല്ലുവാണ്. അവന്റെ ശബ്ദം പുറത്തു വരെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. രാജേശ്വരിയുടെ ഉള്ളു പെടയുകയാണ്. എന്നിട്ട് ശ്യാമിനോട് പറയുന്നുണ്ട്, അയ്യോ എനിക്ക് വയ്യ ഇത് കേട്ടോണ്ടിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ രുക്മിണിയുടെ അടുത്തേക്ക് പോവാണ്. പക്ഷെ രുക്മിണി കല്ലോ കരിങ്കല്ലോ എന്ന മട്ടിലാണ് നിൽക്കുന്നത്. കാരണം അവരുടെ മനസ്സ് അത്രയേറെ അവൻ തകർത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി, പോലീസുകാർ അർജുനെ അടിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. പാവം ചേച്ചി, വേദന സഹിക്കാനാവാതെ അവൻ ശബ്ദം ഉണ്ടാക്കുവാണ്. പക്ഷെ അതൊന്നും കേട്ടിട്ട് രുക്മിണിയുടെ മനസ്സിനൊരു കുലുക്കവും തോന്നുന്നില്ല. എല്ലാവരും മനസ്സൊടഞ്ഞുകൊണ്ടാണ് അവിടെ പുറത്തു നിൽക്കുന്നത്. അതേസമയം അർജുനെ പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് ലാത്തി വെച്ചിട്ട് പോലീസുകാര്. അവനാണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് ഇത് തന്നെ അറ്റസിച്ച് പറയാണ്, സാർ സത്യമായിട്ടും ഞാൻ ചെയ്തിട്ടില്ല സാർ, സത്യമായിട്ടും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും സാർ, ഞാനല്ല സാർ ചെയ്തത്. ചേച്ചി ചേച്ചി എനിക്കിത് കേട്ട് നിൽക്കാനാവുന്നില്ല ചേച്ചി, ചേച്ചി പോയിട്ടൊന്ന് പറ ചേച്ചി. രാജി ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രുക്മിണി തീരെ അതൊന്നും മൈൻഡ് വെക്കുന്നേ ഇല്ല. എല്ലാവരുടെയും മുഖത്ത് സങ്കടം ഉണ്ടെങ്കിലും ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. അർജുനെ ആണെങ്കിൽ അവർ പൊതിരെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര തല്ലിയിട്ടിട്ടും അർജുൻ അത് സമ്മതിക്കുന്നതേ ഇല്ല. തല്ലുകൊണ്ട് ഒരു പരുവായപ്പോ അവസാനം അർജുൻ സമ്മതിക്കുകയാണ്. അതെ സാർ, ഞാനാണ് സാർ ആ കൊല ചെയ്തത്, ഞാനാണ് സാർ ആ കൊല ചെയ്തത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു സാർ? അവൻ തന്നെ അവന്റെ വായ കൊണ്ട് സമ്മതിച്ചില്ലേ അവനാണ് കൊന്നതെന്ന്. ആ ചാർജ് കൂടി ഇവന്റെ പേരിലിട്ടേക്ക്. അർജുൻ പൊട്ടിക്കരയാണ്. ശരി, അതിനു മുമ്പ് ഇവന്റെ അമ്മയോടും ഫാമിലിയോടൊക്കെ അകത്തേക്ക് വരാൻ പറ. അപ്പൊ കോൺസ്റ്റബിളിനെ വിളിച്ച് അവരെയൊക്കെ അകത്തേക്ക് വിളിപ്പിക്കുകയാണ്. എന്തായാലും നിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം. അതും പറഞ്ഞ് ലോക്കപ്പ് അടച്ചിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. രുക്മിണിയും കുടുംബവും സ്റ്റേഷനകത്തേക്ക് വന്ന സമയത്ത് ഇൻസ്പെക്ടർ രുക്മിണിയോടായിട്ടാണ് സംസാരിക്കുന്നത്. അമ്മ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എങ്ങനെയാണ് എടുക്കുക എന്ന് എനിക്കറിയില്ല. എന്തായിരിക്കും ഇൻസ്പെക്ടർ പറയാൻ പോകുന്നത് എന്നുള്ളൊരു ടെൻഷനോട് കൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ചെയിൻ സ്നാച്ചിങ് കേസിലാണ് നിങ്ങൾ അവരെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങളും ഞങ്ങളും ഒക്കെ വിചാരിക്കുന്നതിനേക്കാളും വലിയ കുറ്റവാളിയാണ് അവൻ. ഇനി അടുത്തതായിട്ട് അയാൾ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് പേടിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, അവൻ ഇന്നലെ രാത്രി മുതലോ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പോ ദിവസങ്ങൾക്ക് മുമ്പോ തുടങ്ങിയതല്ല ഈ ജോലി. അവൻ വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായിരിക്കും അയാൾ പറഞ്ഞു വരുന്നതെന്ന് അറിയാത്ത പേടിയോടെയാണ് എല്ലാവരും നിൽക്കുന്നത്. എന്തോ അവന്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം ഇത്രയും കാലം അവൻ പോലീസിന്റെ കസ്റ്റഡിയിൽ പെട്ടില്ല. എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ തലകെട്ടി നിൽക്കുകയാണ്. അപ്പോ നീലനാണ് ചോദിക്കുന്നത്, സാർ മറ്റെന്തോ ചെയ്തിട്ടുണ്ട് എന്നല്ലേ സാറ് പറഞ്ഞു വരുന്നത്? അതെന്താ? പറയാം. എല്ലാവരും നിങ്ങളുടെ മനസ്സിനെ ഒന്നുകൂടി ബലപ്പെടുത്തി നിൽക്കണം. അതെന്തായിരിക്കുന്നു പേടിയോടെയാണ് എല്ലാവരും കേൾക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലൊരു സംഭവത്തിൽ ആ ഏരിയയിൽ വെച്ചിട്ട് ഒരാൾ കൊല്ലപ്പെട്ടു. അങ്ങനെ ഇവന്റെ പേരിൽ സംശയം വന്നിട്ട് അന്ന് അവിടെ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ്സും ഇവന്റെ ഫിംഗർ പ്രിന്റ്സും മാച്ച് ചെയ്ത് നോക്കുമ്പോ അത് രണ്ടും ഒന്നാണ്. അത് കേട്ട സമയത്ത് ഷോക്കായ അവസ്ഥയിലാണ് രുക്മിണിയും കുടുംബവും ഉണ്ടായിരുന്നത്. കേട്ടത് വിശ്വസിക്കാനാവാതെ തരിത്തു നിൽക്കുകയാണ് എല്ലാവരും. അതുപോലെ ഇന്ദു ചോദിക്കുന്നുണ്ട്, കൊലയോ? രാജേശ്വരി ആണെങ്കിൽ ഞെട്ടല് മാറിക്കൊണ്ട് അവർ പറയുന്നുണ്ട്, സാർ അവനൊരു പാവം പയ്യനാണ് സാർ. ഇപ്പൊ തന്നെ അവൻ ഇങ്ങനെ മോഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആകെ ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ നിങ്ങളിങ്ങനെ അവൻ കൊന്നു എന്നൊന്നും പറയല്ലേ സാർ? അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല. ഞങ്ങൾ കള്ളം പറയുന്നതല്ല മാഡം. ഫിംഗർ പ്രിന്റ്സ് രണ്ടും ഒന്നായിരുന്നു. അത് മാത്രമല്ല, കൊല ചെയ്തു എന്നുള്ളത് അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് കേട്ടപ്പോ എല്ലാവരും ഒന്നുകൂടെ ഞെട്ടി. കാരണം കൊല ചെയ്തു എന്നുള്ളത് അവൻ തന്നെ സമ്മതിച്ചിരിക്കും. ഫാമിലി മൊത്തം തന്റെ കൺമുന്നിൽ ഷോക്കായിട്ട് നിൽക്കുന്നത് അവർ ഇൻസ്പെക്ടർക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഷോക്കായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ സത്യം നിങ്ങളോട് പറയാതിരിക്കാനാവില്ലല്ലോ. അപ്പോ ശ്യാമാണ് ചോദിക്കുന്നത്, സാർ ഈ കൊലപാതകം എവിടെ വെച്ച് എന്താ സംഭവിച്ചത് എന്നൊന്ന് പറയാൻ പറ്റുമോ സാർ? അപ്പോ ആ പോലീസുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ്, പുഴവക്കിലുള്ള ആ ഒരു ജയിലിന്റെ സമീപത്തുള്ള റോഡിലാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് സാർ. അപ്പോഴേക്കും ശ്യാമിനാകെ കൺഫ്യൂഷൻ ആവുകയാണ്. അനന്തു ആയിരിക്കും എന്ന് തന്നെയാണ് അവന്റെ മനസ്സ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി അവൻ പോലീസുകാരോട് തന്നെ വിക്കി ചോദിക്കുകയാണ്, സാർ കൊല ചെയ്യപ്പെട്ട ആളുടെ പേരൊന്ന് പറയാൻ പറ്റുമോ സാർ? ശ്യാമിന്റെ ചോദ്യം കേട്ടപ്പോൾ പോലീസുകാരൻ അയാളുടെ മുന്നിലുണ്ടായിരുന്ന ബുക്ക് നോക്കിയിട്ട് പേര് വായിക്കുകയാണ്. അയാളുടെ പേര് അനന്തു. അത് കേട്ട സമയത്ത് രുക്മിണി ആണെങ്കിൽ ഒന്ന് ഞെട്ടിയിട്ട് ശ്യാമിനെ നോക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ ഫുൾ നെയിം വായിക്കുകയാണ്, അനന്തകൃഷ്ണൻ. അത് കേട്ട സമയത്ത്
രുക്മിണി ശരിക്കും തരിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം തന്റെ മകനെ കുറിച്ചാണ് ഇവർ ഈ സംസാരിക്കുന്നത്. അതിനേക്കാളേറെ ഇന്ദുവാണ് ഞെട്ടിപ്പോയിട്ടുള്ളത്. എല്ലാവരും കേട്ടത് വിശ്വസിക്കാനാവാതെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. രാജേശ്വരി ആണെങ്കിൽ നെഞ്ചത്തടിച്ച് കരയാണ്, ചേച്ചി ചേച്ചി നമ്മുടെ അനന്തമാണ് ചേച്ചി, ചേച്ചി നമ്മുടെ അനന്തമാണ് ചേച്ചി എന്നൊക്കെ. പക്ഷെ രുക്മിണി ശരിക്കും മരിച്ച അവസ്ഥയിലാണുള്ളത്, അതേപോലെ തന്നെ ഇന്ദുവും. അപ്പോ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇവൻ കാരണം അപകടം സംഭവിച്ച ചെയിൻ സ്നാച്ചിങ്ങിനിടയിൽ ഇവൻ കാരണം അപകടം സംഭവിച്ച പെൺകുട്ടിക്ക് അയാളെ കൊണ്ടാവുന്ന സഹായം ചെയ്യാൻ പോയതായിരുന്നു അയാള്. അങ്ങനെയുള്ള അയാളെയാണ് ഇവൻ കൊന്നത്. പോലീസുകാരൻ പറഞ്ഞു തീർന്നതും ഇന്ദു അവിടെ കുഴഞ്ഞു വീഴുകയാണ്. അപ്പോ നീലനാണെങ്കിൽ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് രുക്മിണിയാണെങ്കിലും അവിടെ തലകറങ്ങി വീഴുന്നുണ്ടായിരുന്നു. തന്റെ ഒരു മകനെ കൊന്നത് മറ്റൊരു മകനാണെന്ന തിരിച്ചറിവ് ആ അമ്മയെ അത്രയധികം തകർത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്റെ കൺമുന്നിൽ രുക്മിണിയും ഇന്ദുവും ഒക്കെ കുഴഞ്ഞു വീഴുന്നത് കണ്ടപ്പോ ഇൻസ്പെക്ടർക്ക് പോലും അതിശയാവുകയാണ്. എന്താ എന്താ പറ്റിയത്? അപ്പോ ശ്യാമ് കരഞ്ഞുകൊണ്ട് പറയാണ്, സർ അനന്തകൃഷ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൂത്ത മകനാണ് സർ, ഇവരുടെ രണ്ടാമത്തെ മകനാണ് ആ ജയിലിൽ കിടക്കുന്നത്. അത് കേട്ട സമയത്ത് ഇൻസ്പെക്ടർ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ മാത്രമല്ല, ബാക്കിയുള്ള പോലീസുകാരൊക്കെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു അമ്മയെ സംബന്ധിച്ച് കേൾക്കാവുന്നതിന്റെ എക്സ്ട്രീം ലെവലാണ് കേട്ടിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ ശ്യാമ് കരഞ്ഞുകൊണ്ട് പറയാണ്, സ്വന്തം ഏട്ടനെയാണ് അവൻ കൊന്നിരിക്കുന്നത് സർ. രുക്മിണി തലകറങ്ങി കിടക്കുകയാണ്. സൗപർണികയും രാജേശ്വരിയും മാറി മാറി അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ശ്യാമും പോയിട്ട് അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. ഇന്ദുവും അതേപോലെ തന്നെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്. നീലൻ അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിയില്ലായിരുന്നു. ഒരുപാട് സമയത്തെ പ്രയത്നത്തിന് ശേഷം രുക്മിണി കണ്ണു തുറക്കുകയാണ്. പക്ഷെ അവര് എല്ലാരും തട്ടിമാറ്റി ചാടി എഴുന്നേറ്റിട്ട്, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ ചെവിയിൽ എന്തോ തെറ്റായ കാര്യം കേട്ടതുപോലെ തോന്നി. ആ പേരെന്താ നിങ്ങൾ പറഞ്ഞത്? എനിക്ക് വേറെന്തോ കേട്ടതുപോലെയാണ് തോന്നിയത്. അപ്പൊ അതിലേക്ക് നോക്കിയിട്ട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഇല്ല അമ്മ, ഞാൻ ശരിക്ക് തന്നെയാണ് വായിച്ചത്. അവരുടെ പേര് അനന്തകൃഷ്ണൻ, വയസ്സ് 30, പിന്നെ വീട്ടുപേരും ചെയ്യുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്നുള്ള ജോലിയും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. തന്റെ മകനാണെന്നുള്ളത് ഒന്നുകൂടി ഉറച്ചുറച്ച് വിശ്വസിക്കാനേ രുക്മിണിക്ക് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ദുവും രുക്മിണിയും പൊട്ടി പൊട്ടി കരയാണ്. അതുപോലെ സൗപർണികയും രാജേശ്വരിയും ഒക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അനന്തുമോനെ, എന്റെ അനന്തുമോനെ, ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് രുക്മിണി. അതിനുശേഷം അവര് നേരെ ജയിലിന്റെ അകത്തേക്ക്, അതായത് ലോക്കപ്പിനകത്തേക്ക് പോവുകയാണ്. അതിന്റെ ഡോറ് തുറന്നിട്ട് അകത്തേക്ക് കയറിയ സമയത്ത് കരഞ്ഞുകൊണ്ട് അർജുൻ അവർക്ക് അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ കുറച്ചുനേരം അവനെ നോക്കിയതിനു ശേഷം അവര് ചോദിക്കുകയാണ്, അനന്തു എവിടെയാടാ? എന്റെ അനന്തുമോൻ എവിടെയാടാ? അമ്മ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ കരയാൻ ശ്രമിച്ചപ്പോഴേക്കും അവനെ പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് രുക്മിണി. അവരുടെ സമനില തെറ്റിയിട്ടുണ്ടായിരുന്നു. നീ എന്തൊരു മഹാഭാപിയാണെടാ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവർ പറയാണ്, സ്വന്തം പഠിപ്പ് പോലും നോക്കാതെ പഠിപ്പ് പകുതി വഴിയിൽ അവസാനിപ്പിച്ചിട്ട് കിട്ടിയ എല്ലാ ജോലിക്കും പോയിട്ട് തന്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചവനല്ലേടാ അവൻ. സ്വന്തം ജീവിതം പോലും നോക്കാതെ നിനക്കൊക്കെ വേണ്ടിയിട്ടല്ലേടാ അവൻ കഷ്ടപ്പെട്ടത്. എന്ത് ജോലിക്കും അവൻ പോകുന്നുണ്ടായിരുന്നില്ലേ? നിന്നെയൊക്കെ അവനല്ലേടാ വളർത്തിക്കൊണ്ട് വന്നത്. അച്ഛനില്ലാത്തൊരു കുറവ് പോലും എന്റെ മോൻ നിങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ലല്ലോടാ. എങ്ങനെയാടാ നിനക്ക് മനസ്സ് വന്നത് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട്? രുക്മിണി പൊട്ടി തെറിക്കുകയാണ്. നിനക്ക് എങ്ങനെയാടാ മനസ്സ് വന്നത്? നിനക്ക് എങ്ങനെയാടാ എന്റെ മോനെ കൊല്ലാൻ മനസ്സ് വന്നത്? എന്റെ മോന്റെ മുഖത്തിന് നേരെ നോക്കിക്കൊണ്ട് നിനക്ക് എങ്ങനെയാടാ അവനെ കൊല്ലാൻ കഴിഞ്ഞത്? എങ്ങനെയാടാ നിനക്ക് മനസ്സ് വന്നത്? അവർ അർജുനെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. നിനക്ക് നിന്റെ ശരീരമൊക്കെ എങ്ങനെയാടാ സാധിച്ചത്? അമ്മ നിനക്ക് എങ്ങനെയാടാ നിന്റെ മനസ്സുകൊണ്ട് അതിന് സാധിച്ചത്? അയ്യോ അവർക്ക് അനന്തുവിനെ കുറിച്ച് ഓർക്കും തോറും സങ്കടം അടക്കാനാവുന്നില്ല. അവര് വീണ്ടും കരഞ്ഞോണ്ടേയിരിക്കുകയാണ്. കുഞ്ഞിനെ പോലെയല്ലേടാ അവൻ നിന്നെയൊക്കെ നോക്കിയത്. അങ്ങനെ വളർത്തി വലുതാക്കിയ നിന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നപ്പോ എന്റെ അനന്തുമോന്റെ മനസ്സ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. അവസാന നിമിഷം വരെ എന്റെ മോന്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. നീ കുത്തിയ വേദനയെക്കാളും കുത്തിയത് നീയാണല്ലോ എന്ന് ഓർക്കുമ്പോ അവൻ എത്രത്തോളം വിഷമിച്ചിട്ടാവും ഈ ലോകത്ത് നിന്ന് പോയിട്ടുണ്ടാവുക. എടാ മഹാഭാബി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തല്ലുവാണ്. എനിക്ക് മാപ്പ് താമ്മ, എന്നോട് മാപ്പാക്കമ്മ. കൂടെ പിറന്ന നിന്റെ സഹോദരനെ നീ കൊന്നു കളഞ്ഞു. നീയൊക്കെ മനുഷ്യനാണോ അല്ലെങ്കിൽ മൃഗമാണോടാ? രുക്മിണിക്ക് അപ്പോഴേക്കും അവനോടുള്ള വെറുപ്പ് അങ്ങേയറ്റം എത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ മകനെ കൊന്നതുമല്ലാതെ അതേ വീട്ടിൽ തന്നെ നീ എന്നിട്ട് വീണ്ടും താമസിച്ചു. നിന്റെ മനസ്സെന്താടാ കല്ലാണോ? എടാ ദുഷ്ടാ, നിനക്ക് പണം വേണമെങ്കിൽ നീ ഞങ്ങളിൽ ആരെ വേണമെങ്കിലും കൊല്ലാൻ ഒരു മടിയും കാണിക്കില്ലല്ലേ? അങ്ങനെയല്ല അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കമ്മ. മിണ്ടരുത് നീ എന്ന് പറഞ്ഞിട്ട് അവന്റെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. നിന്റെ വായ പൊട്ടിക്കൊന്നീ. ഇനി നിന്റെ വായ കൊണ്ട് നീ എന്നെ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല. ഛീ
നിന്നെ പ്രസവിച്ചത് ഞാനാണെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛവും അറപ്പും തോന്നുവാണ്. നിന്നെ പ്രസവിച്ച എന്റെ വയറ് എനിക്ക് എനിക്ക് കീറി മുറിക്കാനുള്ള വെറുപ്പ് വരുന്നുണ്ട്. ഛേ, ഇത്രയേറെ പറഞ്ഞിട്ട് ദൈവമേ, എന്റെ എന്റെ പ്രാണനെ നീ കൊല്ലുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഗർഭാശയത്തിൽ വെച്ചിട്ട് തന്നെ ഞാൻ നശിപ്പിക്കുമായിരുന്നു. നിന്നെ പോലെ ഒരുത്തനെ ഞാൻ പ്രസവിച്ചു പോയല്ലോ. എന്റെ അനന്തു മോനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഞാൻ നിനക്ക് ജന്മം തന്നത്. അയ്യോ ദൈവമേ, എനിക്കിത് സഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അലമുറയിട്ട് കരയാണ്. അവസാനം നീല പോയിട്ട് വേണ്ടി വന്നു രുക്മിണിയെ പിടിച്ചു മാറ്റാൻ. ചേച്ചി വാ ചേച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കും ചേച്ചി, രാജി പുറത്തു നിന്ന് വിളിച്ചു പറയാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ നീലന്റെ കൈ വിടിവിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അർജുനെ പൊതിരെ തല്ലുകയാണ് രുക്മിണി. ഒരു കാലത്തും നന്നാവില്ലടാ, നീ നാശായി പോവടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ടാവുന്നത് പോലെയൊക്കെ അവര് അർജുനെ ശപിച്ചുകൊണ്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു വർഷം മുമ്പ് അനന്തു മരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അർജുന്റെ കൈകൊണ്ടാണ് അവൻ മരിച്ചത് എന്ന് അറിഞ്ഞപ്പോ തന്റെ കൺമുന്നിൽ വെച്ചിട്ട് തന്റെ മകനെ ഇവനാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലെയുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ രുക്മിണി ഉണ്ടായിരുന്നത്. അവരാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ഇൻസ്പെക്ടർ തന്നെ കയറി വരേണ്ടി വന്നു. പക്ഷേ അയാളാണെങ്കിലും ഒന്നും പ്രതികരിക്കുന്നില്ല. അനന്തു അനന്തു എന്നും പറഞ്ഞുകൊണ്ട് രുക്മിണി പൊട്ടി പൊട്ടി കരയാണ്. പിന്നാലെ ശ്യാമ വന്നിട്ട് വെറുപ്പോടുകൂടി അർജുനോട് പറയുന്നുണ്ട്, ഡാ നീ ഇങ്ങനെ ചെയ്തല്ലോ, നിനക്ക് മോശം കൂട്ടുകെട്ടും വഴിവിട്ട ബന്ധങ്ങളും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് അനന്തു നിന്നെ വാൺ ചെയ്തതല്ലേ. പക്ഷേ നീ ഇത്രത്തോളം ചെയ്യുമെന്ന് അവൻ പോലും കരുതി കാണില്ല. എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്നാലും നിനക്ക് എങ്ങനെയാടാ മനസ്സ് വന്നത് എന്റെ അനന്തുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട്? ശ്യാമിനും സങ്കടം സഹിക്കാനാവുന്നില്ല. അപ്പൊ രുക്മിണി പറയുന്നുണ്ട്, മോനെ എനിക്ക് 3 മക്കൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ഇങ്ങനെ ഒരുത്തൻ എന്റെ വയറ്റിൽ വന്ന് പിറന്നിട്ടില്ല. ഛേ എന്ന് പറഞ്ഞിട്ട് രുക്മിണി പുച്ഛത്തോടെ അവനെ നോക്കുകയാണ്. അപ്പോഴേക്കും ഇന്ദു അങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കും അവളുടെ സങ്കടം അടക്കാനാവുന്നില്ല. അവൾ വന്നിട്ട് അർജുനോട് ചോദിക്കാണ്, എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? പറ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി നിനക്ക് എങ്ങനെയാ അർജുൻ മനസ്സ് വന്നത്? പറ അർജുൻ, അദ്ദേഹത്തെ കൊല്ലുമ്പോ നിനക്ക് ഒന്നും തോന്നിയില്ലേ? അത്രത്തോളം നിനക്ക് യാതൊരു ദയാദാക്ഷിണ്യവും അദ്ദേഹത്തോട് തോന്നാതിരിക്കാൻ മാത്രം എന്താണ് അദ്ദേഹം നിന്നോട് ചെയ്തത്? ഒന്നിനും അർജുന് മറുപടി ഇല്ലായിരുന്നു. അവനും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അനിയൻ 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 എന്ന് പറഞ്ഞ് നിന്റെ ഓരോരോ കാര്യങ്ങൾ നോക്കി നോക്കി ചെയ്തല്ലാതെ എന്താടാ വേറെ അദ്ദേഹം നിനക്ക് ചെയ്ത ദ്രോഹം? അയ്യോ, എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? അവനോട് ഇനി സംസാരിച്ചിട്ട് എന്താ ഇന്ദു കാര്യം? നിന്റെ ഭർത്താവിനെ കൊന്നവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവന് വേണ്ടുന്ന ശിക്ഷ നമ്മൾ വാങ്ങിക്കൊടുക്കും. മനസ്സുരുകിക്കൊണ്ട് രുക്മിണി പറയാണ്, എൻ്റെ മകന്റെ മരണത്തിന് നീതി കിട്ടി, എനിക്കത് മതി, എൻ്റെ അനന്തുമോൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സങ്കടത്തോടെ മേലോട്ടേക്ക് നോക്കിയിട്ട് കരയുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.